സൂപ്പർ. നല്ല സിനിമ. എത്ര നാൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ടതെന്ന്. സത്യം മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ ഉണ്ട്. സത്യം വളരെ സന്തോഷം. We loved it. Empuran is here. There is Tanmatra, and now there is Thodarum. Don't reveal the suspense. Enjoy the movie. I mean, you wanna say? No, thank you so much. കംബാക്ക് പുരാനല്ല കംബാക്ക്, ഇതാണ് കംബാക്ക്. തിരിച്ചു വന്നു. നല്ല കിട്ടില്ല പടം. മോഹൻലാൽ പഴയ ഒരു മോഹൻലാലുണ്ടല്ലേ, അതിപ്പോഴാണ് വന്നു. സത്യം കിട്ടില്ല. കൊള്ളാം. അടിപൊളി. ഇനി ഇതേപോലെ വരട്ടെ. സൂപ്പറാണ്. കൊള്ളാം, പൊളിച്ച്. ലാലേട്ടൻ ഇപ്പോഴാണ് തിരിച്ചു വന്നത്. വേറെ ഒന്നും പറയല്ല. എമ്പുരാൻ പോലത്തെ പടമൊക്കെ ചെയ്ത് ഈ പടം അതിന് മുമ്പ് ഇറക്കണമായിരുന്നു. ഒരു രക്ഷയില്ല. ലാലേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കും. വേറെ ലെവലാണ്. അത് ഓരോ സീനും നമുക്ക് പടത്തിൽ വലിയ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ തുടക്കം മുതൽ അവസാനം ലാലേട്ടൻ്റെ മാസും കാര്യങ്ങളെല്ലാം ആയിട്ട് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ഇതിലാണ് തിരിച്ചു വന്നത്. പൂർണ്ണ സംതൃപ്തി തോന്നിയൊരു പടം. ല്ല ശരിക്കും മോഹൻലാൽ കമ്പാക്ക് നടത്തിയത് ഈ പടത്തിലാണ്. അതുപോലെ മേക്കിംഗ് വൈസ്, സ്റ്റോറി വൈസ്, അതുപോലെ ഡയറക്ഷൻ, ആക്ടിങ് എല്ലാത്തും വെച്ച് നോക്കുമ്പോൾ ഈ ഇടക്കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് പടമാണ് തുടരും. എല്ലാവരും മസ്റ്റ് വാച്ചായിട്ട് കാണണം. ഫാമിലി പ്രേക്ഷകർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. ടോട്ടലി ഒരു കംപ്ലീറ്റ് മൂവി. എന്തുകൊണ്ടാണ് അയാളെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതെന്ന് അതിന് ഉദാഹരണമാണ് ഈ തുടരും എന്നൊരു പടം. കൊള്ളാം, നല്ല പടം. നല്ല കിടലം പടമായിരുന്നു. വെൽ റിട്ടൺ സ്റ്റോറി. ഇറ്റ് വാസ് നൈസ്. നിറയെ മാസ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, വില്ലൻ്റെ ആ ലാസ്റ്റ് ഭാഗമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. ദാറ്റ്സ് എ വെൽ റിട്ടൺസ് പാർട്ട്. ലൈക്ക് നിറയെ സ്പോയിലേഴ്സ് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇറ്റ്സ് എ വെരി മസ്റ്റ് വാച്ച് മൂവി. തിയേറ്ററിൽ ഇരുന്ന് കാണണം, എന്നാലേ ആ മാസ് അറിയൂ. അടിപൊളി. ബ്രോ എല്ലാം അടിപൊളി പടം. കിടിലം പടം. സൂപ്പർ പടം. നല്ല പടമായിരുന്നു. രാജാവ് വരവറിയിച്ചു. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൃശ്യമൊക്കെ കണ്ടിട്ട് അന്ന് ഇറങ്ങുമ്പം നമ്മൾ എങ്ങനെ ധൈര്യമായിട്ട് സൂപ്പർ പടമൊന്നും മുഖത്ത് നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അല്ലാതെ അയ്യോ കൊച്ചിരി കൊള്ളാം അങ്ങനെയൊന്നുമല്ല. കിടിലം പടം, എക്സലൻ്റ് പടം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഈ ഫാമിലി ഓഡിയൻസ് ആൻഡ് ഫാൻസിന് ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടും. പിന്നെ ഈ പറയുന്ന ഒരു ദൃശ്യം എക്സ്പെക്റ്റ് ചെയ്യരുത്, പക്ഷെ വർത്താണ്. ഒന്ന് പൊളിച്ചടിക്കും. കുറേ നാളെ ശേഷം ഒരു ലാലേട്ടൻ്റെ പടം കണ്ട് സന്തോഷത്തോടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ഷോട്ടും തരുൺമൂർത്തി എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഓരോ ക്യാമറ വർക്കും സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല യൂസ് ചെയ്താന്ന് എടാ. ഓരോ നോട്ടും ഓരോ ഷോട്ടും സൂപ്പറായിട്ട്. ഇൻ്റർവെല്ലിന് ശേഷം പടം ഒരു കത്തിക്കലായിരുന്നു. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടം. സിനിമ അടിപൊളി. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫൈറ്റ് അടിപൊളി, ഒന്നും പറയില്ല. ലാലേട്ടൻ തകർത്ത് അന്വേഷിച്ചിട്ടുണ്ട്. അടിപൊളി. എമ്പുരാനേക്കാളും കൊള്ളാം. സൂപ്പർ. കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി കരുതായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല ആക്ഷൻസും എല്ലാം ഉണ്ട്. നൈസ് പടമായിരുന്നു. നല്ല രസമുണ്ട്. നൈസാണ്. കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. വിഷയം കമ്പാക്ക് ആയിരുന്നു മോഹൻലാലിൻ്റെ. എമ്പുരാനെക്കാട്ടി വിഷയം ഒന്നുകൂടി ഫാമിലി ആയിട്ട് കാണണമെന്നുണ്ട് ഇനി. സൂപ്പർ. കിടിലം പടമാണ്. ലൈക്ക് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. മോഹൻലാലിൻ്റെ ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഫിലിംസ് എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് വേറെ ഒരു ടൈപ്പ് സിനിമയാണ്. ബട്ട് സ്റ്റിൽ ഇത് കിടിലം ഒരു സിനിമ തന്നെയാണ്. മോഹൻലാലിൻ്റെ ആക്ടിങ് ഒന്നും പറയാനില്ല. കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലം. ഞാനായിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതേപോലെ തന്നെ ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ് ഈ സിനിമയിൽ. ഒരു ഇൻസ്പെക്ടർ ഒരു ക്യാരക്ടറുണ്ട്. ആ പുള്ളിക്കാരൻ്റെ അഭിനയം കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലാണ്. പിന്നെ ഈ സിനിമയിൽ ഓവറോൾ കാസ്റ്റിംഗ് ആയാലും ശരി എല്ലാം കിടിലാണ്. എല്ലാവരും അവരവർ ഭാഗം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ടീംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് വർക്ക്, വിഷ്വൽ ക്വാളിറ്റി അപാരം. നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഒരു തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ശരിക്കും. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം കാസ്റ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ആൾക്കാർ അവരവരുടെ റോൾസ് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഡയറക്ടർ തരുൺമൂർത്തി, പുള്ളിക്കാരനൊരു ബിഗ് ഹാറ്റ്സ് ഓഫ് ഉള്ള കാര്യം പറയാം. പുള്ളിക്കാരൻ കിഡിലോട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് സിനിമ ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ ജാവയാണെന്ന് തോന്നുന്നു. അത് നല്ലൊരു സിനിമ തന്നെയാണ് സംബന്ധിച്ച്. ബട്ട് അത് വെച്ച് കമ്പയർ ചെയ്തത് വളരെ ഒരു നല്ല സിനിമ തന്നെയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വേറെ ബഡ്ജറ്റിൻ്റെ കാര്യം ഇപ്പം കളക്ഷൻ ഇത് എന്തായാലും നല്ലോണം വാരും. പക്ഷേ എമ്പുരാൻ്റെ അത്രയൊന്നും എത്തില്ല. കാരണം അത് വിധം വേറെ ടൈപ്പ് സിനിമയാണ്. മനസ്സിലായില്ലേ? എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സ്റ്റോറി ടൈപ്പ് സിനിമയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആണ്. ഈ സിനിമയിലൊരു ഇമോഷണൽ ട്രാൻസിഷൻ ഉണ്ട്. അതായത് ആദ്യം തുടങ്ങുമ്പം കുറച്ച് ഹാപ്പിനെസ്, കുറച്ച് ജോളിയായിട്ട് പോകും. അത് കഴിയുമ്പം ശകലം ഒരു പേടി,
ശകലം ഒരു ദേഷ്യമൊക്കെ വരും. മൂന്നാമത് എൻ്റെ പൊന്നോ സെക്കൻഡ് ഹാഫാണ് ഈ സിനിമേൻ്റെ ശരിക്കും ഗിയർ മാറുന്നത് ഉള്ള കാര്യം പറയില്ലേ. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറയുമ്പോൾ നല്ലൊരു സിനിമ തന്നെയാണ്. ഇതിൽ ഒന്നും എനിക്ക് മോശം പറയാനില്ല. ഇപ്പം ഇതേപോലത്തെ സിനിമകൾക്കാണ് കളക്ഷൻ കിട്ടേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സത്യം പറഞ്ഞാൽ വേറെ ലൈക്ക് ഇപ്പോൾ പുഷ്പ 2 പോലത്തെ സിനിമയ്ക്കെന്ന് പറഞ്ഞാൽ അത്രയും നല്ലോണം കളക്ഷൻ പോകില്ല. പക്ഷേ ഇതിനാണ് കുറച്ചും കൂടെ നല്ല കളക്ഷൻ കിട്ടേണ്ടത്. മനസ്സിലായല്ലേ? പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു സിനിമയാണ്. എല്ലാവരും ഇത് തിയേറ്ററിൽ നിന്ന് കാണണം. കിട്ടില്ല സിനിമയാണ്.